രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇന്ന് നമുക്ക് രാവിലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വാർത്തയായിട്ട് അവതരിപ്പിക്കേണ്ടി വരിക. അതിലൊരു പ്രശ്നം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായതുപോലെ നല്ല മഴ തുടരുകയാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 4-5 ദിവസം കൂടി അത് തുടരുക തന്നെ ചെയ്യും. ഇന്ന് ഒരു ന്യൂനമർദ്ദ പാത്തി കൂടി രൂപവൽക്കരിക്കുന്നതോടെ മഴയുടെ അളവും മൺസൂൺ കാറ്റിൻ്റെ ശക്തിയും വർദ്ധിക്കും എന്നാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പരക്കെ മഴ പെയ്ച്ചിട്ടുണ്ട്. പരക്കെ മഴ പെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, പരക്കെ പെയ്ത മഴയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് മരങ്ങൾ കടപുഴകി വീഴുകയും അത് പലപ്പോഴും വിവിധങ്ങളായിട്ടുള്ള വീടുകളുടെ മീതെ വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള സ്ഥിതി കാണാനുണ്ട്. പ്രാഥമികമായിട്ടുള്ള കണക്കുകൾ വിലയിരുത്തുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന കണക്കാണ് ഇന്നലെ വൈകുന്നേരം വരെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആ കണക്കുകൾ ഇനിയും വന്നു ചേരാനുണ്ട്. 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന വിവരമാണ് നമുക്ക് പ്രാഥമികമായി റവന്യൂവിന് ലഭ്യമായിട്ടുള്ള അറിവുകൾ വെച്ച് ബോധ്യപ്പെടുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയുടെ കണക്ക് കൂടി വരുമ്പോൾ അത് കുറേ കൂടി വർദ്ധിക്കും എന്ന വിധത്തിലും കരുതുന്നുണ്ട്. നാശനഷ്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള പരിശോധനയും സ്വാഭാവികമായിട്ടും റവന്യൂവിലെ പരാതി ലഭ്യമാകണം, സ്ഥലം പരിശോധിക്കണം, തുടർന്ന് LSTDയുടെ എഞ്ചിനീയർമാർ നഷ്ടപരിഹാരം നിശ്ചയിക്കണം. ആ നടപടിക്രമങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. മലയോര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് രാവിലെ 8 മണിക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ മലയോര മേഖലയിലും ഏവറേജ് 500 mm മഴ പെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. സാധാരണ നിലയിൽ കാണാത്ത ഒരു അളവാണത്. ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല, പരക്കെ മലയോര മേഖലയിൽ ഏതാണ്ട് എല്ലായിടങ്ങളിലും ആകെ ഇപ്പോൾ 500 mm മഴ പെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സോയിൽ സാങ്ച്വറേറ്റഡ് ആകുന്നതിൻ്റെ ഒരു വലിയ സ്വഭാവം അതിലേക്ക് വരും. മണ്ണ് കുതിരുന്നു എന്ന പ്രശ്നം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 29-30 തീയതികളിൽ, ഇന്ന് 27ആണ്, 29-30 തീയതികളിൽ മഴയുടെ അളവും കാറ്റിൻ്റെ ശക്തിയും ഒരുപോലെ വർദ്ധിക്കുകയാണ്. അപ്പം അതുകൊണ്ട് 29-30 തീയതികളിൽ പ്രത്യേകമായിട്ടുള്ള ജാഗ്രത ഉണ്ടാകണം എന്ന് ജില്ലാ കളക്ടർമാരോടും താഴത്തുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൺസൂൺ നിങ്ങൾക്കറിയാവുന്നതുപോലെ നേരത്തെ വന്നു എന്ന് മാത്രമല്ല, ശക്തമായിട്ടുള്ള കാറ്റാണ് കാണുന്നത്. കൊച്ചിയിലെ റഡാറിൽ പരിശോധിക്കുമ്പോൾ 85 മുതൽ 90 വരെ വേഗതയിൽ കാറ്റ് വീശിയതിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് മലയോര മേഖലകളിലെ യാത്ര, പ്രത്യേകിച്ച് രാത്രികാല യാത്ര, നല്ല ശ്രദ്ധയോടുകൂടി ഇടപെടണം എന്ന് പ്രത്യേകമായ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്.